ഇന്ന് സ്കൂൾ തുറക്കുകയാണല്ലേ. നല്ല മഴയുണ്ട്. നമ്മൾ പണ്ട് കാലത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് പതുക്കെ തിരിഞ്ഞു നോക്കും അല്ലേ. സ്കൂൾ തുറക്കുമ്പോൾ നമ്മൾ പോകുന്നത് നനഞ്ഞൊലിച്ച് ഒക്കെ പോകുന്നത് നമ്മുടെ. പക്ഷെ അന്നത്തെ കാലത്തേക്കാളും ഇന്ന് മക്കളെ സ്കൂൾ ബസ്സിലോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് കൊണ്ടുവിടുന്നത്. അച്ഛനമ്മമാർ കൊണ്ടുവിടുകയോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ കുഞ്ഞുമക്കളെ എല്ലാവരും സുരക്ഷിതരൊന്നുമല്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. കാരണം ചതിക്കുഴികളുടെ ലോകമാണ് ഇത്. എവിടെയും പതിയിരിക്കുന്ന കുറേ ചതികളുണ്ടായിരിക്കാം. അതൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. ആരടുത്ത് വന്നിട്ടുണ്ടെങ്കിലും അവരെ ഒന്നും വിശ്വസിക്കരുത് എന്നും, എല്ലാവരെയുമല്ല എങ്കിലും മക്കളോട് എല്ലാവരും എന്ത് തന്നാലും അത് വാങ്ങി കഴിക്കരുതെന്നും, ബാഡ് ടച്ച് ഗുഡ് ടച്ച് മുതലായ കാര്യങ്ങളും ഒക്കെ നമ്മൾ മാതാപിതാക്കൾ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. സ്കൂൾ തുറന്നു പോകുന്ന നിഷ്കളങ്കരായ മക്കളെ ചതിൽക്കുഴിയിൽ വീഴ്ത്താൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരിക്കും. കാരണം കള്ളും കഞ്ചാവുമായിട്ട് ഇരിക്കുന്ന ഒത്തിരി എണ്ണങ്ങൾ. കാരണം വേറെ ഒരു പണിയുമില്ലല്ലോ. അപ്പോൾ കറുത്ത കരങ്ങളുമായിട്ട് അവരെപ്പോഴാണേലും ഏത് സമയത്തും വരാം ഇല്ലേ. അപ്പോൾ അധ്യാപകർക്കും മാതാപിതാക്കൾക്കുമൊക്കെ ഇതിനകത്ത് നല്ല റോളുണ്ട് മക്കളെ നോക്കുന്നതിൽ. കാരണം അധ്യാപകരാണെങ്കിൽ പ്രത്യേകിച്ച് അവരുടെ വീട്ടിലുള്ള വിഷമങ്ങളോ അല്ലെങ്കിൽ ദുഃഖങ്ങളോ ഒന്നും മക്കളുടെ പേരിൽ, അതായത് വിദ്യാർത്ഥികളുടെ പേരിൽ ഏർപ്പെടുത്താണ്ടിരിക്കുക. കാരണം പല അധ്യാപകരും വീട്ടിലുള്ള സ്ട്രെസ് മുഴുവൻ കൊണ്ടുവന്ന് തീർക്കുന്നത് ഈ പാവം വിദ്യാർത്ഥികളുടെ പേരിലായിരിക്കും. എനിക്കറിയാവുന്ന ഒത്തിരി അധ്യാപകരുണ്ട്. അവരുടെ വിഷമങ്ങൾ മുഴുവൻ തീർക്കുന്നത് എവിടെയാണെന്നറിയാമോ? സ്കൂളിൽ വന്നിട്ട് പിള്ളേരുടെ അടുത്താണ് വഴക്ക് പറച്ചിൽ, അടിവെച്ച് കൊടുക്കൽ ഒക്കെ. അടിക്കുന്നത് തെറ്റാന്നൊക്കെ പറയുമെങ്കിലും പല അധ്യാപകരും വളരെ മോശമായിട്ടാണ് വിദ്യാർത്ഥികളോട് പെരുമാറുന്നത്. തിരിച്ചു വ്യത്യാസം കാണിക്കുന്ന അധ്യാപകരുണ്ട്. അപ്പം അതൊന്നുമില്ലാതെ എല്ലാ മക്കളെയും സ്വന്തം മക്കളെ പോലെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടല്ലോ. ഗുരു എന്ന് പറയുന്നത് ഒരു ദൈവം തന്നെയാണ് ഇല്ലേ. മക്കൾക്ക് എന്ത് സ്വൈര്യമായിട്ട് പറയാൻ ഏറ്റവും കൂടുതൽ സമയം മാതാപിതാക്കളെക്കാളും കൂടുതൽ സമയം അധ്യാപകരുടെ അടുത്താണ് മക്കളിരിക്കുന്നത്. അപ്പോൾ ആ മക്കളെ ചേർത്ത് പിടിക്കാൻ ഓരോ അധ്യാപകരും ശ്രമിക്കണം. കാരണം നമ്മുടെ മക്കളെ ഈ ഭൂമിയിലെ നല്ലവരാക്കുന്നതും ചീത്തയാക്കുന്നതും നമ്മൾ ഓരോ തരത്തിലുമാണ്, ഈ സമൂഹമാണ്. അപ്പം അവരെ ചേർത്ത് പിടിച്ച് നമുക്ക് നല്ല നിലയിലെത്തിക്കാൻ നമുക്ക് സാധിക്കണം. ഒരു മക്കൾ പോലും മോശമാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. കാരണം ഈ ലോകത്ത് അനീതിയും അക്രമവും എല്ലാം ഉള്ള സമൂഹത്തിലേക്കാണ് നമ്മൾ വളർന്നിറങ്ങുന്നത്. അതിനെയെല്ലാം നേരിടണമെങ്കിൽ, അതിൽ നിന്നെല്ലാം രക്ഷപ്പെടണമെങ്കിൽ നമ്മുടെ മക്കൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഓരോ കാര്യങ്ങളും ഓരോ അച്ഛനും അമ്മയും അധ്യാപകരായിട്ട് നിന്ന് തന്നെ പറഞ്ഞു കൊടുക്കണം. കാരണം ദോഷങ്ങൾ ഇന്നതുണ്ട്, നല്ലത് ഇന്നതാണ്, നല്ലതിനെയും ചീത്തയും തിരിച്ചറിയാനുള്ള ഒരു ബോധം നമ്മുടെ കുഞ്ഞു മക്കളിൽ ഉണ്ടാക്കി കൊടുക്കണം. നമ്മുടെ വീട്ടിലും മക്കൾ സുരക്ഷിതരായിരിക്കണം, നമ്മൾ പോകുന്ന വിദ്യാലയത്തിലും മക്കൾ സുരക്ഷിതരായിരിക്കണം, പോകുന്ന യാത്രയിലും മക്കൾ സുരക്ഷിതരായിരിക്കും. അവർ പൂമ്പാറ്റയെ പോലെ പാരി നടക്കട്ടെ. അവർക്ക് വല്ലതും അറിയാവോ? ഇന്നിപ്പോൾ സ്കൂൾ തുറന്നു പോകുന്ന മിക്ക കുട്ടികൾക്കും ഒന്നും അറിയില്ല. കുഞ്ഞു പാവങ്ങളല്ലേ അവർ. അപ്പം അവരെ ചേർത്ത് വിടുത്തേണ്ട ഉത്തരവാദിത്വം അമ്മയുടെ അല്ലെങ്കിൽ അച്ഛൻ്റെ തിരക്ക, ഞങ്ങൾക്ക് സമയമില്ല എന്നും പറഞ്ഞ് നിങ്ങൾ സമയം കളയാതിരിക്കുക. നമ്മുടെ മക്കളെ ചേർത്ത് പിടിക്കാനുള്ള സമയം കഴിഞ്ഞിട്ട് മതി നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുക. ആ മക്കളുടെ കൂടെ ഇരിക്കുന്ന സമയം മതി, അത് മാത്രം മതി ആ മക്കളുടെ നല്ല നിലയിലെത്തി വരാൻ. അപ്പം നമ്മൾ എപ്പോഴും ചിന്തിക്കുക, നമ്മുടെ മക്കളെ നമ്മൾ ചേർത്ത് നിർത്തുക, നമ്മുടെ മക്കളോട് കൂടി ഇരിക്കാൻ കുറച്ച് സമയം കണ്ടെത്തുക. നമ്മൾ എത്ര തിരക്കുണ്ടെങ്കിലും ആ തിരക്കിനെയൊക്കെ ഒന്ന് മാറ്റി വയ്ക്കുക. ഒരു മണിക്കൂർ നേരത്തെങ്കിലും നമ്മുടെ മക്കളുടെ കൂടെ ഇരിക്കാൻ നമ്മൾ ശ്രമിക്കുക. അപ്പോഴുണ്ടല്ലോ ആ മക്കൾക്ക് വരുന്ന മാറ്റമുണ്ടല്ലോ, നമുക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ഒരു മാറ്റമായിരിക്കും. അപ്പം സ്കൂളിലേക്ക് വിടുമ്പോൾ അധ്യാപകരും നല്ല രീതിയിൽ മക്കളോട് പെരുമാറാൻ ശ്രമിക്കുക. തിരിച്ചു വ്യത്യാസം കാണിക്കാതിരിക്കുക. ഒരു സമയത്തുള്ള അധ്യാപകർക്കെല്ലാം തിരിച്ചു വ്യത്യാസം ഉണ്ടായിരുന്നു. അങ്ങനെ തിരിച്ചു വ്യത്യാസങ്ങൾ എല്ലാ മക്കളെയും കയ്യിലെടുക്കുന്ന രീതിയിൽ സ്നേഹത്തോടെ ചേർത്ത് നിർത്തുന്ന അധ്യാപകരെ ഉണ്ടല്ലോ, മക്കൾ പൊന്നുപോലെ നോക്കും. ഉറപ്പായ കാര്യമാണ്, ആ മക്കൾ പഠിക്കുകയും ചെയ്യും. അതല്ല, മക്കളെ തിരിച്ചു വ്യത്യാസം കാണിക്കുന്ന അധ്യാപകരുടെ വിഷയങ്ങളൊന്നും ഒരു മക്കളും പഠിക്കുകയില്ല. അപ്പോൾ ഏതെങ്കിലും കുട്ടി ഏതെങ്കിലും വിഷയത്തിൽ മോശമാകുന്നുണ്ടെങ്കിലുണ്ടല്ലോ, അധ്യാപകർ അവരെ കയ്യിലെടുത്താൽ മതി. അവരെ സ്നേഹത്തോടു കൂടി നിർത്തി ആ കുട്ടികൾ പഠിച്ചു വന്നോളും. അപ്പം അങ്ങനെയൊക്കെ ചെയ്യാനൊരു മനസ്സ് വയ്ക്കുക. എൻ്റെ സുഹൃത്തുക്കളായ കുറേ അധ്യാപകരുണ്ട്. അവരിൽ നിന്ന് ഞാൻ കേട്ട പാഠങ്ങളാണ് നിങ്ങൾക്ക് ഈ പറഞ്ഞു തരുന്നത്. അപ്പം നമ്മൾ ഏതെങ്കിലും പഠനത്തിൽ പിന്നോട്ട് പോകുന്ന മക്കളെ ഉയർത്തിക്കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കുക. അവർക്ക് പ്രത്യേകമായിട്ടൊരു സ്നേഹവും കെയറും ഒക്കെ കൊടുക്കുമ്പോഴത്തേനും ഉണ്ടല്ലോ, ആ മക്കൾ കയറി വന്നോളും. അതുകൊണ്ട് അധ്യാപകരെ അങ്ങനെ ചെയ്യുക. അല്ലാണ്ട് നിങ്ങളെ വീട്ടിലുള്ള വിഷമങ്ങളും ദുഃഖങ്ങളും ഒന്ന് സ്കൂളിലേക്ക് കൊണ്ടുവരാണ്ടിരിക്കുക. അത് വീട്ടിൽ തന്നെ ഉപേക്ഷിച്ചേക്കുക. പിന്നെ നമ്മൾ വീട്ടിൽ മാതാപിതാക്കളാണേലും അധ്യാപകരാണേലും നമ്മുടെ വീടുകളിൽ നമ്മൾ വഴക്കോ അലമ്പോ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് മക്കളുടെ കാങ്ക വെച്ച് ആകാതിരിക്കുക. നിങ്ങളുടെ വീട്ടിലുമുണ്ടല്ലോ മക്കൾ, ആ മക്കളുടെ സ്വഭാവത്തിൽ അത് ബാധിക്കുകയും ചെയ്യും. അപ്പോൾ ഒരിക്കൽ പോലും
നമ്മുടെ മക്കളെയോ മറ്റുള്ളവരെ താരതമ്യപ്പെടുത്തുകയോ ഒന്നും ചെയ്യാതെ അവരെ ചേർത്ത് വിടുത്തുക. ഈ ലോകത്തിലേക്ക് പുറത്തേക്ക് ഇറങ്ങുന്ന മക്കളുടെ കൂടെ എപ്പോഴും ഒരു കണ്ണ് നമ്മുടെ ഉണ്ടായിരിക്കണം. അവർ പോകുന്ന വാഹനത്തിലും അവർ പോകുന്ന സ്ഥലങ്ങളിലും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുകയും കൂടെ വേണം. കാലം അതാണ്. അതുകൊണ്ട് മാത്രം പറഞ്ഞതാണ്. കുഞ്ഞുമക്കൾക്കൊന്നും അറിയത്തില്ല. പലരും ഇങ്ങനെ പതുങ്ങിയിരുന്ന് പല സാധനങ്ങളും ഒക്കെ കൊടുക്കും. ഞാൻ കഴിഞ്ഞ ദിവസം എനിക്ക് കേട്ട ഒരു കേസിൻ്റെ ഇതിൽ ഞാൻ കേട്ട കഥയാണ്. ചോറുപാത്രത്തിൽ ചോറിങ്ങനെ കൊണ്ടുപോകുന്നു ഒരു പ്രായമായ മനുഷ്യൻ. അപ്പം അയാളിങ്ങനെ ചോറ് കൊണ്ടുപോകുന്നു, ഒരു സ്ഥലത്തേൽ നിന്ന് ഒരു കൊച്ചിനെ കൊടുക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പം അയാളെ ഇങ്ങനെ പോലീസ് വാച്ച് ചെയ്ത് കഴിഞ്ഞപ്പം അയാളുടെ ചോറുപാത്രം മേടിച്ചപ്പോൾ അയാളുടെ കഞ്ചാവിൻ്റെ കച്ചവടക്കാരനാണെന്ന് പറഞ്ഞു. അയാളെ പരിശോധിച്ചിട്ടൊന്നും ഒരിടത്തില്ല. അയാൾ പറഞ്ഞു കൊച്ചിന് ചോറ് കൊടുക്കാൻ പോവാന്ന്. എന്തായിരുന്നു, ചോറിൻ്റെ അകത്തായിട്ട് ഒരു പ്ലാസ്റ്റിക് കൂടി പൊതിഞ്ഞ് കഞ്ചാവ് വെച്ചിരിക്കുമായിരുന്നു എന്ന് പറഞ്ഞു കേട്ടു. അതുപോലത്തെ നാടാണിത്. അതെന്നിട്ട് കൊണ്ട് പിള്ളേർക്ക് കൊടുക്കുന്നു, പാവപ്പെട്ട പിള്ളേർക്ക് കൊടുക്കുന്നു. ആ പിള്ളേരത് മേടിക്കുന്നു, ആ പിള്ളേരത് ഉപയോഗിക്കുന്നു. ഒന്ന് ഓർത്ത് നോക്കി എന്തൊക്കെ സൈസ് ബിസിനസ്സാണ് ഇത്. കുറച്ച് നാളുകൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവം ഒരു പോലീസുകാരനായ ഒരു ചേട്ടൻ ഞങ്ങളോട് പറഞ്ഞതാണ്. ഏത് രീതിയിലാണ് കച്ചവടം പോകുന്നതെന്ന് കണ്ടോ. അപ്പം നമ്മളോർക്കും ഈ പാവപ്പെട്ട മനുഷ്യൻ കൊണ്ട്, ഒരു പാവം പിടിച്ച മനുഷ്യൻ കൊണ്ട് ഈ ചോറ് കൊടുക്കാൻ പോകുന്ന അയാൾ നല്ല കാര്യമല്ലേ ചെയ്യുന്നതെന്ന് ഓർത്തു. പക്ഷേ അയാൾ നല്ല കാര്യമല്ലായിരുന്നു, അയാളുടെ ബിസിനസ്സായിരുന്നു. അയാൾ കൊച്ചിനിൽ കൂടെ ആ സ്കൂളിലേക്ക് പോകുന്ന കൊച്ചിൻ്റെ കയ്യിലായിരുന്നു ഇയാൾ ഈ ബിസിനസ് ചെയ്തുകൊണ്ടിരുന്നത്. അയാൾ പറയണത് പാവപ്പെട്ട കൊച്ചിന് ചോറ് കൊടുക്കാൻ പോകുന്നതെന്നാണ്. അപ്പം അങ്ങനെയുള്ള ഒരു ലോകമാണ്. എല്ലാ കാര്യങ്ങളും ഒന്നും മക്കളോട് നാട്ടിൽ നിന്ന് ആരെങ്കിലും എന്തെങ്കിലും പൊതി തന്നാലോ ഇതൊന്നും അവിടെ കൊടുത്തേക്കാന്ന് പറഞ്ഞാൽ ഒന്നും മേടിക്കരുതെന്ന് നമ്മുടെ മക്കളോട് പറഞ്ഞു കൊടുക്കണം. നമ്മുടെ മക്കളെ സുരക്ഷിതരാക്കാൻ നമ്മളാണ് ബാധ്യസ്ഥ, അല്ലാണ്ട് വേറെ ആരുമല്ല. അപ്പം എപ്പോഴും എന്തെന്നാ പറയണേ, അധ്യാപകർക്കും മാതാപിതാക്കൾക്കും എപ്പോഴും ഒരു കണ്ണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ പേര് ഉണ്ടായിരിക്കണം. പേടിക്കാൻ പറയണമെന്നല്ല, നമ്മൾ വീട്ടിൽ നിന്ന് പറഞ്ഞു കൊടുത്താൽ നമ്മുടെ മക്കൾ പിന്നെ ഒരു തെറ്റിലേക്കും പോകില്ല. കൃത്യമായ കാര്യം അത്. നമ്മുടെ അധ്യാപകരും നമ്മുടെ മാതാപിതാക്കളും സ്ട്രോങ് ആണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഒരു മക്കളും പിന്നെ ഒരു സാധനം പോലും ആവശ്യമില്ലാത്ത മേടിക്കാനോ വാങ്ങാനോ ഒന്നും പോകില്ല. അത് നമ്മൾ ഉറപ്പിച്ചു വെച്ചു. നമുക്ക് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു കൊടുക്കില്ല പല കാര്യങ്ങളും, മാതാപിതാക്കൾ പറഞ്ഞു കൊടുക്കില്ല പല കാര്യങ്ങളും, അധ്യാപകരും പറഞ്ഞു കൊടുക്കില്ല. ഈ പഠിപ്പീര് മാത്രമായിട്ടിരിക്കുമ്പോഴാണ് മക്കൾക്ക് ഈ ലോകത്തിൽ എന്താ നടക്കണേ, അല്ലെങ്കിൽ ഈ എന്നെ ഒരു കാര്യവും അറിയാതെ ഈ മക്കൾ വളർന്നു വരുന്നത്. അപ്പം നമ്മളെല്ലാ കാര്യങ്ങളും അത്യാവശ്യം ഉള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മക്കളോട് പറഞ്ഞു കൊടുത്ത് തന്നെ വളർത്തണം. അതേപോലെ ഒരാൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ ആവശ്യമില്ലാതെ പോകരുതെന്നും, ഒരാളുടെ ബൈക്കിൻ്റെ പുറകിൽ കയറിയിരുന്ന് പോകരുതെന്നും, പെൺപിള്ളേരും ഒക്കെ ഇപ്പോൾ ഇങ്ങനെ കൈ കാണിച്ചിട്ട് കയറി പോകുന്നവരൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ എല്ലാവരുടെ അടുത്തൊന്നും കയറി പോകേണ്ട കാര്യമില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കാം. ഒരു വണ്ടി വന്ന് കാറൊക്കെ കൊണ്ട് നിർത്തിയിട്ട് കയറാമെന്ന് പറഞ്ഞിട്ട് കയറരുത്. അതൊക്കെ നമ്മളെ മക്കളെ പറഞ്ഞ് നമ്മളിപ്പോൾ എത്ര താമസിച്ച് ചെന്നാലും അധ്യാപകർ വഴക്ക് പറയാണ്ടിരിക്കുക. കാരണം പല സാഹചര്യം കൊണ്ടായിരിക്കും ഓരോ കൊച്ചുങ്ങൾ താമസിച്ച് സ്കൂളിൽ ചെല്ലുന്നത്. അതൊക്കെ മനസ്സിലാക്കിയിട്ട് അധ്യാപകരും മക്കളെ ചീത്ത പറയുകയോ അല്ലെങ്കിൽ വഴക്ക് പറയുകയോ ഒക്കെ ചെയ്യുക. അല്ലാണ്ട് ഓരോ പിള്ളേരും പല സാഹചര്യത്തിൽ നിന്നും പല ബുദ്ധിമുട്ടുകളിൽ നിന്നാണ് വീട്ടിൽ നിന്ന് വരുന്നത് അല്ലേ. അപ്പോൾ അതിനെ മനസ്സിലാക്കാൻ അധ്യാപകർക്ക് ഒരു ബോധം ഉണ്ടായിരിക്കണം. കാരണം ചില പിള്ളേരൊക്കെ സ്കൂളിലേക്ക് വരുന്ന എന്ത് കഷ്ടപ്പാട് സഹിച്ച് ദുരിതങ്ങൾ സഹിച്ച് പട്ടിണിയും ദാരിദ്ര്യവും അനുഭവിച്ചിട്ടാണ് ഓരോ ഗവൺമെൻറ് സ്കൂളിലേക്ക് ഓരോ പിള്ളേരൊക്കെ വരുന്നത്. അപ്പം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മുടെ സ്കൂളിൽ നിന്നിലേക്ക് വരുന്ന മക്കളെ എല്ലാവരും വലിയ ഹൈ ലെവലിൽ എല്ലാം തികഞ്ഞ മക്കളൊന്നും അല്ലാന്ന് അധ്യാപകരും മനസ്സിലാക്കണം. മാതാപിതാക്കൾ മനസ്സിലാക്കണം. എൻ്റെ കുഞ്ഞിൻ്റെ രീതിയിലാണ് പോണേ, അവനെ സ്കൂളിൽ കൊണ്ടുവിടാൻ ചില മാതാപിതാക്കളുണ്ട്. എനിക്ക് ചിലപ്പോൾ സങ്കടം കൂടെ വരും. മക്കളെ സ്കൂൾ ബസ്സിലും അല്ലെങ്കിൽ ബസ്സിലും ഒക്കെ കയറ്റി വിട്ടിട്ട് തിരിച്ചു പോകുന്നത്. അങ്ങനെ ഒരു സുരക്ഷിത ബോധം എല്ലാ പേരൻസിനും ഉണ്ടെങ്കിലുണ്ടല്ലോ നമ്മുടെ മക്കളൊക്കെ സേഫ് ആയിരിക്കുന്നു. ആ മക്കളുടെ ഉള്ളിൽ തന്നെ എന്നെ സേഫാണ് എന്നൊരു ചിന്താഗതി ഉണ്ടാവുകയും ചെയ്യും. അതല്ലാണ്ട് ചുമ്മാ തള്ളി ഏതെങ്കിലും നീ പൊക്കോന്നും പറഞ്ഞുകൊണ്ട് എവിടെയെങ്കിലും ഉന്തി തള്ളി വിട്ടു. ഒരു പ്രായം വരെ നമ്മൾ കൂടെ നടക്കണം. അതൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. അതൊക്കെ ചെയ്യണം. അപ്പം നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടല്ലേ നമ്മൾ ചെയ്യുന്നത്, അല്ലാണ്ട് വേറെ ആർക്കൊന്നുമില്ല. നമ്മുടെ മക്കളെ സുരക്ഷിതരായിട്ട് ഒരു കാര്യപ്രാപ്തിയുള്ള ഒരാളാക്കി മാറ്റണമെങ്കിൽ നമ്മൾ കുറച്ചൊക്കെ ത്യാഗങ്ങൾ സഹിക്കണമെന്നേ, അല്ലാതെ പറ്റില്ല. നമ്മൾ ഇച്ചിരി അവരുടെ കൂടെ നടക്കണം, അവർക്ക് വേണ്ടി സമയം ചിലവാക്കണം. എല്ലാം സമയമില്ല എന്ന് പറഞ്ഞ് ഓടിപ്പാഞ്ഞിട്ടൊന്നും കാര്യമില്ല. സമയം നമ്മൾ ഉണ്ടാക്കണം. വീട്ടിലെ പണിയാണെങ്കിലും നമ്മൾ ഇച്ചിരി നേരത്തെ ചെയ്യാൻ ശ്രമിക്കണം. ഇച്ചിരി നേരത്തെ എഴുന്നേൽക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെ സമയങ്ങൾ കിട്ടും. അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ മക്കളെ ചേർത്ത് പിടിക്കാനും നമ്മുടെ മക്കളുടെ കാര്യങ്ങളൊക്കെ അവരോട് കഥകൾ പറയാനും അവരപ്പോൾ സ്കൂളിൽ നടക്കുന്നതും പോകുന്ന വഴിയിലെ കഥകളും നമ്മളോട് പറയാനും ഒക്കെ ശ്രമിക്കും. അതല്ലാതെ മക്കളെ എവിടെയെങ്കിലും പോട്ടെ രാവിലെ എണീപ്പിച്ച് യാത്രയാക്കി അങ്ങ് വിട്ടു, കുറേ വഴക്കും പറഞ്ഞങ്ങ് വിട്ടു, അതുകൊണ്ടൊന്നും കാര്യമില്ല. അങ്ങനെയുള്ള പോകുന്ന മക്കളൊന്നും പഠിക്കുകയോ ഇല്ല. നമ്മൾ ചേർത്ത് നിർത്തുന്ന മക്കൾ മാത്രമേ പഠിക്കുകയുള്ളൂ. അങ്ങനെയുള്ള ചേർത്ത് നിർത്തും തോറും അവർക്ക് പഠിക്കണം എന്നൊരു ചിന്ത അവരുടെ ഉള്ളിലുണ്ടാവും. അല്ലാണ്ട് ഏത് സമയം പടിയെന്ന് പറഞ്ഞ് നടക്കും വേണ്ട മക്കളുടെ പുറകെ. അവർ പഠിച്ചോളും. അപ്പം അധ്യാപകരും കൂടെ കൂടെ നിൽക്കണം എന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം ഏത് സ്കൂളിലേക്ക് വരുന്ന പിള്ളേരും പല സാഹചര്യത്തിൽ തന്നെയാണ് ആ പിള്ളേരെ എല്ലാം ഒരേപോലെ കാണാൻ അധ്യാപകർ ശ്രമിക്കണം.
മാതാപിതാ ഗുരു ദൈവം എന്നല്ലേ പറയുന്നത്. അപ്പം പലയിടത്തും അധ്യാപകർ എനിക്ക് ദൈവമാകാറില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പല അധ്യാപകരും മക്കളോട് മോശമായിട്ട് പെരുമാറുന്ന അധ്യാപകരുമുണ്ട്. മാതാപിതാക്കളും മോശമായിട്ട് പെരുമാറുന്നവരുണ്ട്. അപ്പം പിന്നെ ഈ പിള്ളേർ എവിടെയാണ് സുരക്ഷിതരാണ്? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ ശരിയാണോ എന്ന്. അപ്പം ഞാൻ ഈ സ്കൂൾ തുറന്നപ്പം അധ്യാപകരുടെ വിഷമങ്ങളെല്ലാം മക്കളുടെ പേരെ അടിച്ചേൽപ്പിക്കാതിരിക്കുക, മാതാപിതാക്കൾ അവരുടെ ടെൻഷൻ മക്കളുടെ പേരിൽ അടിച്ചേൽപ്പിക്കാതിരിക്കുക, അവരെ സ്വന്തം പറക്കാൻ അനുവദിക്കുക, അവരെ പഠിക്കാൻ അനുവദിക്കുക, അവർക്ക് സർവ്വ സപ്പോർട്ടുകളും നമ്മൾ ചെയ്തു കൊടുക്കുക. നമ്മുടെ ഉള്ള സാഹചര്യത്തിൽ നിന്ന് അവർക്ക് എല്ലാ സപ്പോർട്ടുകളും ചെയ്തു കൊടുക്കുക. ആ മക്കളെല്ലാം നന്നായിട്ട് വരും. അപ്പം ഈ അധ്യയന വർഷം എല്ലാ മക്കളും നന്നായിട്ട് പഠിക്കാനും നല്ല മിടുക്കന്മാരാകാനും മിടുക്കികളാകാനും ഒക്കെ കഴിയട്ടെ. എല്ലാവരും നല്ല നിലയിലൊക്കെ എത്തട്ടെ. അപ്പം ഇന്നത്തെ ദിവസത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ബൈ.